നമസ്കാരം. ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലിൽ ഇന്ന് എന്നോടൊപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗായികയും ഭർത്താവും. നമുക്കൊക്കെ വളരെ നല്ല നല്ല പാട്ടുകൾ സമ്മാനിച്ച നല്ലൊരു ഗായിക ജ്യോത്സ്നയും ശ്രീകാന്ത്. ഹായ് ശ്രീകാന്ത്. ജ്യോത്സ്ന അടുത്ത് പിന്നെ വരാം. ശ്രീകാന്തിനോട് എന്താണ് ജ്യോത്സ്ന അടുത്ത് ഇഷ്ടമില്ലാത്ത സ്വഭാവം? വെരി ഗുഡ്. പാട്ട് പാടുന്നതാണോ? ഇഷ്ടമില്ലാത്ത സ്വഭാവം ഇത്രയും ആലോചിക്കാനുണ്ടോ? അത്ര നല്ല വൈഫാണോ? പേടിക്കേണ്ട. അതെ, തിരിച്ചു പോകണ്ടല്ലേ. ഇഷ്ടമില്ലാത്തത് പെട്ടെന്ന് വർക്ക്ഡപ്പ് ആവും, പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യം വരും, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും, പക്ഷെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. ഇറിറ്റേറ്റഡ് ആവുന്ന ശ്രീകാന്തിനോടാണോ അതോ വേറെ വല്ലവരുടെ ഇറിറ്റേഷൻ ഇവിടെ കൊണ്ട് കാണിക്കുകയാണോ? ഇടയ്ക്ക് രണ്ടുണ്ട്. പലവരോടുള്ളതൊക്കെ ഇവിടെ കൊണ്ട് കാണിക്കും. ചിലപ്പോൾ അങ്ങനെയില്ല, പക്ഷെ നമ്മൾ വേണമല്ലോ ഇടയ്ക്കുന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനത്തെ കാര്യത്തിൽ. അപ്പോൾ ഒരു അഡീഷണൽ എന്താ പറയുക, ഒരു എഫേർട്ട് നമ്മുടെ ഇടേണ്ടി വരും ആ കാര്യത്തിൽ. ഒരു സ്ട്രെസ് ബസ്റ്റർ ആണല്ലോ, ബാക്കിയുള്ളവരുടെ ദേഷ്യം ഇങ്ങനെ. അപ്പൊ അവിടെ നിന്നുള്ള ദേഷ്യം ഇങ്ങോട്ട് കിട്ടിയാലോ? അത് കിട്ടാറുണ്ട് ഇടയ്ക്ക്. കോംപ്രമൈസ് ആയി പോവും അങ്ങനെ ചെയ്തു. ഈ IT ഫീൽഡല്ലേ? അതെ അതെ. അല്ലാത്തൊരു ഹെക്ടിക് ജോബ് അല്ലേ? കുറച്ച് ഹെക്ടിക് ആണ്. ഇഷ്ടം? അതെ, ഇപ്പോൾ എൻജോയ് ചെയ്യുന്നവർക്ക് എന്തായാലും എൻജോയ്മെന്റ് 24 മണിക്കൂർ കുഴപ്പമില്ല, പിന്നെ വേറെ വഴിയില്ല എൻജോയ് ചെയ്യാണ്ട്. വേറെ എന്താ ഇഷ്ടം? വേറെ ക്രിക്കറ്റ് ഒരുപാട് ഇഷ്ടമാണ്. ക്രിക്കറ്റ് ഒരുപാട് കാണാനും കളിക്കാനും ഇഷ്ടമാണ്. പിന്നെ സിനിമകൾ കുറെ കാണാറുണ്ട്. അതൊക്കെ തന്നെയാണ് മെയിൻ. അതല്ലാണ്ട് ജോലി അല്ലാണ്ടല്ലോ. ഇപ്പൊ ട്രിവാൻഡ്രത്ത് സെറ്റിൽ ചെയ്തു അല്ലേ? ഇപ്പോൾ ട്രിവാൻഡ്രത്ത്. ശ്രീകാന്തിന്റെ ജോലിയോടനുബന്ധിച്ചാണോ ഇവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്നത്? ബേസിക്കലി അതെ, എനിക്കിവിടെ ടെക്നോ പാർക്കിൽ IBS ജോലി കിട്ടി. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 കൊല്ലമായിട്ട് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ഇങ്ങനെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടിയത്. അപ്പോൾ ഇവിടെ കിട്ടിയ നല്ല ഓപ്പർച്യൂണിറ്റി ആണോ? അതെ, നല്ലൊരു എല്ലാവർക്കും ബാംഗ്ലൂർ ആണല്ലോ ഏറ്റവും ഇഷ്ടം എന്നൊക്കെ. അതെ, പിന്നെ രണ്ടും ഉണ്ട്. പിന്നെ ജ്യോത്സ്നയുടെ വർക്കും ഒക്കെ കൂടുതൽ ഇവിടെയാണ്. അപ്പോൾ ബാംഗ്ലൂരായിരുന്നപ്പോൾ ഒരുപാട് ട്രാവലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നാച്ചുറൽ ഇൻഡസ്ട്രിയിലുള്ളവർ വിചാരിക്കല്ലോ ഇനി അവിടുന്ന് വരുത്തണമല്ലോ വിളിക്കണമല്ലോ അങ്ങനെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ആയി. ഞാൻ മാക്സിമം എനിക്ക് വർക്ക് വരുമ്പോൾ മാക്സിമം ഞാൻ എത്തും. പക്ഷേ പൊതുവെ ഒക്കെ ജ്യോത്സ്ന എവിടെയാണെന്ന് ബാംഗ്ലൂരാണ്, ഇനി അവിടെ നിന്ന് വിളിച്ചു വരുത്തണം എന്നുള്ളൊരു ചേച്ചി പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു ഫീലിംഗ് ആയി. അപ്പോൾ പലർക്കും ഒരു ധാരണയായി ഞാൻ പാട്ടെല്ലാം നിർത്തി എല്ലാം മതിയാക്കിയിട്ട് മാറി നിൽക്കുകയാണ് എന്നൊക്കെ ആണോ എന്ന് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. ബട്ട് ദാറ്റ് വാസ് നോട്ട് ദ സീൻ. ഷോസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോഴും. പക്ഷെ എന്നാലും പൊതുവേ അങ്ങനെ ഒരു ധാരണ വന്നു. നമ്മുടെ ഇൻഡസ്ട്രിയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. ഷോസ് എന്നുള്ളതിനേക്കാൾ ഇപ്പോൾ ഒരു ഫിലിമിലൊക്കെ ഒരു പാട്ട് വിളിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്നൊക്കെ ആയിരിക്കും. അതേസമയം ഞാൻ കേട്ടിരുന്നു ഇവിടെ വേറൊരു സിംഗർ വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു അന്യഭാഷയിലുള്ളവരെ 10 ദിവസം മുമ്പൊക്കെ വിളിച്ച് ബുക്ക് ചെയ്യും. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവരെ രാവിലെ വിളിച്ചിട്ട് പറയും ഉച്ചയ്ക്ക് റെക്കോർഡിങ്ങിന് വരണം എന്ന് പറയും. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊരു സത്യമാണ്. ഭയമാണോ? കുറച്ചൊക്കെ ഭയം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അത്യാവശ്യം എനിക്ക് ഭയമില്ലായിരുന്നു. പിന്നെ വീട്ടിലെല്ലാവർക്കും ഭയമാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പൊന്നു മോള് വെറുതെ വായി തുറന്ന് വിളിച്ച് പറയരുത്. അങ്ങനെ അഭിപ്രായം തുറന്ന് പറയുന്ന പ്രകൃതമായിരുന്നോ? ഞാൻ പൊതുവെ അങ്ങനെയാണ്. എനിക്ക് എന്നോട് എന്തെങ്കിലും പറഞ്ഞ് എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പൊതുവെ മുഖത്ത് നോക്കി ഞാൻ പറയാറുണ്ട്. അപ്പം അല്ലേ, പൊതുവെ അങ്ങനെയാണ്. അതെനിക്ക് എൻ്റെ അച്ഛൻ്റെ നിന്ന് കിട്ടിയിരിക്കണത്. അച്ഛൻ അങ്ങനെയാണ്. അച്ഛൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡാണ്. അച്ഛന് മനസ്സിലൊന്നും ഇരിക്കില്ല. പക്ഷെ അതേപോലെ അത് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു അവിടെ. പക്ഷെ എൻ്റെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഒരു അഭിപ്രായം പറഞ്ഞ് പിന്നെ അതിനെ കീറിമുറിക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. എക്സാക്ട്ലി, ഈ ഇൻഡസ്ട്രിയിലാകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് പക്ഷെ പൊതുവേ എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ പറയുന്ന ടൈപ്പാണ്. അങ്ങനെ വലിയൊരു പേടിയുള്ള ആളല്ല. പറയാൻ പറ്റില്ലെങ്കിൽ ടെൻഷനാ. അപ്പൊ ആ സമയത്താണ് നമ്മളൊന്ന് അതെനിക്ക് പറയണ വരെ ആകെപ്പാടൊരു വിമിഷ്ടമാണ്. അത് എങ്ങനെയെങ്കിലും പറഞ്ഞേ പറ്റൂ എന്നുള്ളൊരു. പറയാൻ പറ്റിയില്ലെങ്കിൽ അതൊക്കെ വീട്ടിൽ വന്ന് പറഞ്ഞു. ആരാ ഏറ്റവും ദേഷ്യമുള്ള പ്രകൃതം? കൂടുതലോ? ഞാൻ അങ്ങനെ
പറയാൻ പറ്റില്ല. ചേട്ടൻ പൊതുവേ കൂളാണ്. തീരെ നിവൃത്തിയില്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് പൊട്ടിത്തെറിക്കാറ്. പക്ഷേ ദേഷ്യം വന്ന് പിന്നെ പിടിച്ചാക്കിട്ടില്ല. അങ്ങനെ അത് പൊതുവെ അങ്ങനെയാണല്ലോ. അങ്ങനെ അധികം ദേഷ്യം വരാത്തവര് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണല്ലോ. ഫ്രീക്വൻസി വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ജോസിനായിരിക്കും കൂടുതൽ. ശ്രീകാന്തിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? എനിക്കിപ്പോൾ അമ്മ, അച്ഛൻ, പിന്നെ അനിയത്തിയുണ്ട്. അച്ഛൻ ദോഹയിൽ വർക്ക് ചെയ്യുന്നു, മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അമ്മ സിവിൽ എഞ്ചിനീയറാണ്, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നു. സിസ്റ്റർ ജർമ്മനിയിൽ പഠിക്കുക, മാസ്റ്റേഴ്സ്. ശരിക്കും സ്വദേശം? ഞങ്ങൾ ബേസിക്കലി തൃപ്പൂണിത്തുറയാണ് സെറ്റിൽ. അപ്പോൾ ബേസിക്കലി തൃപ്പൂണിത്തുറയാണ്. പറവൂരാണ് എൻ്റെ അമ്മയുടെ തറവാട്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ആദ്യമായിട്ടാണോ ഇങ്ങനെ സെറ്റിൽ ചെയ്ത് താമസിക്കുന്നത്? അതെ. അതിന്റെ വിഷമമുണ്ടോ അങ്ങനെ വേറൊരു സ്ഥലം എന്ന് പറയുമ്പോൾ? എല്ലാവരും പറയും എറണാകുളത്ത് ജീവിച്ചവർക്ക് ഒരിക്കലും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നുമില്ല. ഇല്ല. എനിക്കിപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത്. ബാംഗ്ലൂരിലത്തെ ട്രാഫിക്, ബഹളം, അത് വെച്ച് നോക്കുമ്പോൾ ട്രിവാൻഡ്രം കുറച്ചുകൂടി കാണും. എനിക്ക് അങ്ങനത്തെ സ്ഥലമാണ് ഇഷ്ടം. അമ്മ തിരുവനന്തപുരത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ വില അറിയണമെങ്കിൽ ബാംഗ്ലൂരോ ഡൽഹിയോ ബോംബെ ഒക്കെ പോകുമ്പോഴാണ് ട്രാഫിക് ഹവേഴ്സ് ആൻഡ് ഹവേഴ്സ് ആണ് നമ്മൾ ട്രാഫിക്കിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? ചേട്ടൻ്റെ ബാംഗ്ലൂരായിരുന്നപ്പോൾ ഓഫീസ് 5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. പക്ഷെ അത് കവർ ചെയ്യാനുള്ള ടൈം ഇപ്പം ചേട്ടനൊരു ഹാഫ് ആൻ അവർ എടുക്കും ടെക്നോ പാർക്ക് വരെ പോയി വരാനായിട്ട്. പക്ഷെ ആ ഹാഫ് ആൻ അവർ തന്നെ ബാംഗ്ലൂരും എടുക്കുമായിരുന്നു ചേട്ടൻ ഓഫീസിൽ പോയി വരാൻ. അത്രയും ട്രാഫിക് ആയിരുന്നു. നല്ലതാണ് ട്രിവാൻഡ്രം. പിന്നെ ബാംഗ്ലൂരിൽ വെച്ചാൽ കുറച്ചുകൂടെ ചിൽഡ് ഔട്ടാണ്. ആൾക്കാരൊക്കെ സ്വന്തം കാര്യം നോക്കിയിരിക്കും. അങ്ങനെ ഇന്റർഫിയർ ചെയ്യാൻ വരില്ല. നമുക്ക് ടൈമില്ല. അതന്നെ ടൈമില്ല. കുറച്ച് സമയം കൂടുതലാണ്. അപ്പൊ നമുക്ക് കുറച്ച് മറ്റുള്ളവരുടെ കാര്യം നമുക്ക് അറിയാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കുമല്ലോ. പിന്നെ ഞാൻ എപ്പോഴും പറയും, പിന്നെ നമ്മുടെ ഇവിടെ എനിക്കൊന്ന് കൊച്ചിയിൽ അത്രയും ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് കൂടുതലാണ്. നമ്മളിപ്പോൾ പുറത്ത് വെറുതെ നടക്കുകയാണെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ അപ്പൊ ചോദിക്കും എന്താ ഇവിടെ, അല്ലെങ്കിൽ ഇന്ന് പാട്ടില്ലേ, അല്ലെങ്കിൽ ഇന്ന് ഡബിങ് ഇല്ലേ. നമ്മളിങ്ങനെ ഡബ് ചെയ്തുകൊണ്ടേ. അത് കറക്റ്റ് ആട്ടോ. അത് കാണുമ്പോ അവര് പാടുന്നുണ്ടോന്ന്, പാട്ടുണ്ടോന്ന് പോലെയല്ല, പാട്ടില്ലല്ലേ, നെഗറ്റീവ് ചോദിക്കുള്ളൂ. ഞാൻ ഇന്നലെ ഒരു ഷോപ്പിൽ ചെന്നപ്പോൾ അയാൾ എന്നെ കണ്ട ഉടനെ ഗുഡ് ഈവനിങ് മാം. ഞാൻ പറഞ്ഞു ഗുഡ് ഈവനിങ്. ഇപ്പൊ ഡബിങ് ഒന്നും ഇല്ലേ? ഞാൻ പറഞ്ഞു ശരി, ഞാൻ എന്നാ ഒന്നും വാങ്ങുന്നില്ല, ഞാൻ ഡബിങ്ങിന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറയടോ, ഈ കടയിൽ വന്നു എന്ന് വെച്ചിട്ട് എനിക്ക് പണിയില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് 24 മണിക്കൂർ ഇതന്നെ ചെയ്തോണ്ടിരിക്കണം. അത് ജഗദീഷ് ശ്രീകുമാർ പറയുവേ, അമ്പിളിച്ചേട്ടൻ 29 ദിവസം ഷൂട്ടിങ് കഴിഞ്ഞിട്ട് 30ാമത്തെ ദിവസം വീട്ടിൽ വന്നിട്ട് തൊട്ടടുത്ത ചായക്കടയിൽ പോകുമ്പോൾ പടമൊന്നും ഇല്ല അല്ലേ, അന്ന് രാത്രി തിരിച്ചു പോകണം. സത്യം. അതിവിടെ കുറച്ച് കൂടുതലാണ്. ഇതൊന്നും ഇവിടുത്തെ ആൾക്കാർക്ക് കുറച്ചുകൂടി മറ്റുള്ളവരുടെ കാര്യത്തിൽ ക്യൂരിയോസിറ്റി ഉണ്ട്. കൂടുതലാണ്. അറേഞ്ച്ഡ് മാരേജ് ആണ്? അല്ല, ഒരു കളല്. നിങ്ങൾ അറേഞ്ച്ഡ് മാരേജ് ആണ്? അതൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ഒരു ലവ് ഉണ്ടായിരുന്നു ഇടയില്. വേറെ ആളാണോ അതോ ഇത് തന്നെയാണോ? എന്നുവെച്ചാല് ശ്രീകാന്ത് ഈ ഒരാളെ പ്രണയിച്ചിട്ടുള്ള വേറെ ആരെയും പ്രണയിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രണയത്തിന്റെ ഒരു ഇതിലല്ലോ, അതിങ്ങനെ മാറി 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 വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ പ്രണയിച്ചതാ. എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ വീട്ടുകാർ അന്വേഷിച്ചു വന്നു? അല്ല, അതെന്താ വെച്ചാല് അതൊരു അങ്ങനെ കൊച്ചിലേ തൊട്ട്, ഇപ്പം അറിയാലോ അമ്മാവന്റെ മോനാണ്. അപ്പം അങ്ങനെ ഒരു കൊച്ചിലേ തൊട്ട് ജനിച്ചപ്പോ തന്നെ ഇങ്ങനെ വീട്ടില് പറഞ്ഞ് തീരുമാനിച്ച് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരേ സമയത്താണ് ഏകദേശം ആലോചനകൾ നോക്കലും അതൊക്കെ തുടങ്ങിയത്. അപ്പം എല്ലാം നടക്കേണ്ട സമയത്ത് അത് അങ്ങനെ ആയി വരും എന്ന് പറയണ പോലെ ആ ഒരു ഓണത്തിന് ചേട്ടൻ വീട്ടിൽ വന്നു. അപ്പോഴാണ് എല്ലാം മാറി മറിഞ്ഞത്. നമ്മൾ വിവർ ഇൻ ടച്ച്, വല്ലപ്പോഴൊക്കെ വിളിക്കുക, സംസാരിക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നെ നമ്മൾ കുറച്ച് ഫോൺ വിളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രീക്വൻസിയൊക്കെ ഒന്ന് കൂടി. പിന്നെ ഐ ഗോട്ട് ടു നോ ഹിം എ ലോട്ട് ബെറ്റർ ദാൻ ഐ ഡിഡ് ബിഫോർ. അപ്പം അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ എന്തായാലും രണ്ടുപേർക്കും ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എവിടെയോ ഒരിഷ്ടം മുട്ടിട്ടു. അപ്പം പിന്നെ അങ്ങ് പ്രൊസീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്.
അല്ലെങ്കിൽ കലാപരമായ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോ? ആസ്വദിക്കാനുള്ള ആസ്വാദനമാണ് കൂടുതലും. അതെ, അങ്ങനെ കലാപരമായിട്ട് അങ്ങനെ ഫിലിം കാണാറുണ്ട്? ഫിലിം ഒരുപാട് കാണാറുണ്ട്. ഇഷ്ടം? പാട്ടുകൾ അതെ എല്ലാ ലാംഗ്വേജും അതോ മലയാളം? ഇല്ല, പല ലാംഗ്വേജും കാണാറുണ്ട്. കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, കുറെ ക്ലാസിക് ഇംഗ്ലീഷ് പടങ്ങളുടെ ഒക്കെ കുറെ കളക്ഷൻസ് ഉണ്ട് കയ്യിൽ. ഈ നിങ്ങളെപ്പോലുള്ളവരിങ്ങനെ ഹെക്റ്റിക്കായിട്ട് ഈ IT വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ റിലാക്സ് ചെയ്യാൻ എന്ത് ചെയ്യും? റിലാക്സ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ മൂവീസ് ചെയ്യും. പിന്നെ നമ്മൾ എന്തെങ്കിലും സ്പോർട്സ് എന്തെങ്കിലും അങ്ങനത്തെ ഇതിലിപ്പോൾ ക്രിക്കറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ അങ്ങനത്തെ ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ്സും കൂടി ആവുമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെയാണ് ബേസിക്കലി ചെയ്യാറുള്ളത്. ഉറങ്ങും പ്രധാന ഹോബി. അതിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തട്ടാറുണ്ട്. ഭക്ഷണം ഇഷ്ടമാണ്, കഴിക്കും നല്ലോണം. ഫുഡിയാണ്. പല ടൈപ്പ് ഓഫ് ക്വിസീൻസ് കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. കുക്ക് ചെയ്യോ? നന്നായിട്ട് കുക്ക് ചെയ്യുന്നതായിട്ട് ഇല്ല കേട്ടോ, കുക്ക് ചെയ്യും. കല്യാണത്തിന് മുമ്പ് ഒന്നും അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എല്ലാം പഠിക്കും. എല്ലാം പഠിച്ചെടുത്ത് എന്നെ കൊണ്ട് ഒരു ഹെൽപ്പില്ല. ഒരു സാമ്പാർ ഉണ്ടാക്കും പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് കിട്ടിയിട്ടില്ല. സാമ്പാർ ആയിരുന്നപ്പോ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കായിരുന്നു. വല്ല എഗ് ബുർജിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു ജീവിച്ചു പോകേണ്ടതെന്ന് വെച്ചാൽ. ഇപ്പൊ ഒന്നുമില്ല, ഇപ്പോ മെയിൻ ഗെയിം തന്നെയാണ്. ഇപ്പൊ ഏത് ഫിലിം സോങ്? ഞാനിപ്പോ ലാസ്റ്റ് എൻ്റെ റിലീസായ ഫിലിം ഗീതാഞ്ജലിയാണ്. പിന്നെ ശൃംഗാരവേലൻ, സക്കരയുടെ ഗർഭിണികൾ ഒക്കെയാണ്. പിന്നെ കന്നഡ ഒരു ഹര എന്ന് പറഞ്ഞൊരു ഫിലിം പാടി, അത് റിലീസായിട്ടില്ല. കഴിഞ്ഞ കൊല്ലം അവസാനം റെക്കോർഡ് ചെയ്തത്, അപ്പോൾ ഈ കൊല്ലം റിലീസാവുമെന്ന് പറയണു. അതൊക്കെയാണ് ലേറ്റസ്റ്റ്. തമിഴിൽ അധികം ഞാൻ കുറേ ആയി തമിഴിൽ ആക്ച്വലി പാടിയിട്ട്. ഞാൻ ലാസ്റ്റ് ഞാൻ പാടിയത് ഗീതാഞ്ജലിയിൽ വിദ്യാജിയുടെ പാട്ട്. തമിഴിൽ ലാസ്റ്റ് പാടിയത് കുറേ കാലങ്ങളായി. തമിഴിൽ ലാസ്റ്റ് പാടിയത് എനിക്ക് തോന്നുന്നു ദീപക്കേട്ടൻ്റെ പാട്ടാവണം, ദീപക് ദേവിൻ്റെ സാധു മിരണ്ട എന്ന് പറഞ്ഞിട്ട് സിദ്ദിഖ് സാറിൻ്റെ ഒരു പാടം. രാജ സാറിൻ്റെ പാടിയിട്ടുണ്ട്, റഹ്മാൻ സാറിൻ്റെ പാടിയിട്ടുണ്ട്. അതൊരു വലിയൊരു ആഗ്രഹം ഞാൻ ഇരിക്കാം. പോയി ചോദിച്ചിട്ടില്ല, ഡെമോ ഒക്കെ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അറിയാലോ, അദ്ദേഹത്തിൻ്റെ ഒരു അങ്ങോട്ട് കയ്യിലെത്തണമെങ്കിൽ വലിയ പാടാണ്. വലിയൊരു സർക്കിൾ ഉണ്ട് അദ്ദേഹത്തിന്റെ ചുറ്റും, അതെല്ലാം എത്താനായിട്ട്. സത്യം എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഈ ഓസ്കർ ഒക്കെ വന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഓൾ ദ മോർ ഇൻആക്സസിബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ. ആബ്സല്യൂട്ട്ലി എനിക്ക് തോന്നുന്നു ഇനി ഇറ്റ്സ് ഗോയിങ് ടു ബി മോർ ഡിഫിക്കൾട്ട് ആ ഒരു ക്യാമ്പിലേക്ക് കയറാനായിട്ട്. അപ്പം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ജസ്റ്റ് ഹോപ്പിംഗ്. അതൊക്കെ ഒരു കുറേ ആവുമ്പോൾ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ മടിയുണ്ടാവുമോ? പൊതുവെ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് വലിയൊരു അതൊരു പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഈസ് എ ഗുഡ് തിങ് ഓർ എ ബാഡ് തിങ്. എനിക്ക് പൊതുവെ അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്ന ഒരു സെൽഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഭവം എനിക്ക് തീരെ ഇല്ല. ഐ തിങ്ക് ദാറ്റ് ഈസ് മൈ ബിഗസ്റ്റ് പ്രോബ്ലം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പറയാറുണ്ടോ ശ്രീകാന്ത് അങ്ങനെ അപ്രോച്ച് ചെയ്യണം? ഞാനിടയ്ക്ക് പറയാറുണ്ട്. അതായത് ചിലപ്പോൾ നമ്മൾ വാലിഡ് ആയിട്ടായിരിക്കും പരിചയമുള്ള ഒരാളെ വിളിച്ച് സംസാരിക്കുന്നതിനൊരു തെറ്റില്ല എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ കുറച്ച് അങ്ങനത്തെ കാര്യത്തിൽ കുറച്ച് പിന്നാക്കമാണ്. കാരണം എന്താ ചേച്ചി, ഞാൻ തുടങ്ങിയ സമയത്തെ എൻ്റെ മറ്റേ സുഖമാണി നിലാവ് ഒരു ഹിറ്റായി കഴിഞ്ഞപ്പോൾ ഓഫേഴ്സ് എല്ലാം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വന്നില്ല. അപ്പോൾ എനിക്കൊരു PR എന്നുള്ള രീതിയിൽ എനിക്കൊന്നും ചെയ്യേണ്ട വന്നില്ല. അപ്പോൾ മോഹൻസിത്താര സാറ് കഴിഞ്ഞപ്പോൾ ഉടനെ ഔസേപ്പച്ചൻ സാറ് വിളിച്ചു, അതിൻ്റെ ജയേന്ദ്രൻ സാറ് വിളിച്ചു, പിന്നെ രാജ സാറിൻ്റെ പാടി. അപ്പോൾ അതെല്ലാം എനിക്ക് ഇങ്ങോട്ട് വന്ന ഓഫേഴ്സാണ്. അപ്പോൾ എനിക്ക് ഒരിക്കലും അങ്ങോട്ട് ചെന്ന് മുട്ടേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ദുരഭിമാനമാണോ എന്താ, എനിക്ക് ഐ ഡോണ്ട് നോ ഹൗ ടു ഫ്രെയിം ഇറ്റ്. പക്ഷേ എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര മടിയാണ് സത്യം പറഞ്ഞാൽ. അങ്ങോട്ട് ചെന്ന് സാർ ഇങ്ങനെയാണ് എൻ്റെ CD അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാനായിട്ട്. അപ്പം പ്രോബബ്ലി അത്, പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ മാതിരി അതൊരു ആവശ്യമാണ് എന്ന് തോന്നുന്നു. എല്ലാവരും സെൽഫ് മാർക്കറ്റിംഗ് ആണ്, എല്ലാ അതിലാണല്ലോ നിൽക്കുന്നത്. ശരി, അത് പാട്ടിൽ മാത്രമല്ല അല്ലേ?
അതെ അതെ, ഒരു പോർട്ട്ഫോളിയോ ഒക്കെ അങ്ങോട്ട് ഉണ്ടാക്കി അതിനായിട്ട് കുറച്ച് ആൾക്കാരും ഉണ്ടാവും. ശരിക്കും ശരിക്കും അവരെ ഏൽപ്പിച്ചാൽ മതി, വേണമെങ്കിൽ സ്വയം ഇറങ്ങണ്ട കേട്ടോ. അതിന് വേണ്ടി കമ്പനീസ് ഒക്കെ ഉണ്ടല്ലോ ചെയ്തു തരാനായിട്ട്. കുറച്ച് പേയ്മെന്റ് കൊടുക്കണം. അതെ അതെ അതെ, അത്രേ ഉള്ളൂ. അങ്ങനെ ഒന്ന് നോക്കൂ. അതെ അതെ, ചെയ്യണം. ഒരു മല. പക്ഷെ ഇപ്പൊ ഈ സോഷ്യൽ നെറ്റ്വർക്കിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ സത്യം പറഞ്ഞ ഫേസ്ബുക്ക് ഒക്കെ ഉണ്ടായിരുന്നു, പ്രൊഫൈലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 3 കൊല്ലം മുമ്പാണ് ഞാൻ എൻ്റെ പ്രൊഫൈല് പബ്ലിക് ആക്കിയത്. പക്ഷെ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് അതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു മൂവ് ആയിരുന്നു. കാരണം നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ലിസണേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു ചാൻസ് അത്. കുറേ പേര് നമ്മളോട് സജഷൻസ് പറയും, മെസ്സേജസ് ഇടും. അപ്പം ഇറ്റ്സ് എ ഗുഡ് തിങ്, ദാറ്റ് വേ ഇറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി അതിൻ്റെ പിന്നാലെ നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് പലപ്പോഴും. ചേച്ചി പറഞ്ഞ പോലെ ആരെങ്കിലും കണ്ടുപിടിച്ച് ഏൽപ്പിക്കണം. അത് മതി, നമ്മളറിയണ്ട, നമ്മുടെ ദുരഭിമാനം അവിടെ ഇരിക്കട്ടെ, അത് കളയണ്ട. ഞാനൊക്കെ ഇന്ന് വരെ ഇത്രയും വർഷമായിട്ടും ഒരു ഡയറക്ടറെ വിളിച്ച് ഞാൻ അവസരം ചോദിച്ചിട്ടേ ഇല്ല. എന്തോ പണ്ടും ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, ഇന്നും ചോദിക്കുന്നത്. പിന്നെ അതിന്റെ ആവശ്യം വന്നില്ല, വന്നിട്ടില്ല. അതിന്റെ പിന്നെ ഞാൻ വിചാരിക്കും വേണമെങ്കിൽ വിളിക്കട്ടെ, എനിക്കിപ്പോ വേണമെന്നൊന്നുമില്ല. അതൊക്കെ ചേച്ചി എന്നൊക്കെ പറഞ്ഞാല് എന്താ പറയാ, ഡബിങ് സിനോണിമസ് ടു ഭാഗ്യലക്ഷ്മി എന്നാണല്ലോ ശരിക്കും. നമ്മളെല്ലാരും ആദ്യം അറിഞ്ഞിട്ടുള്ള ഡബിങ് വോയിസ് എന്ന് പറഞ്ഞാൽ ചേച്ചിനെയാണ്. പാട്ടുകാര് ഒരുപാടാകുമ്പോ നല്ല പാട്ടുകാർക്ക് അവസരം കുറയുന്നുണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒന്ന്, ഇപ്പോൾ ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് എങ്ങനെയുള്ളവർക്കും പാടാമെന്നുള്ളൊരു അവസ്ഥയും വന്നിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും യോജിക്കാൻ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പാടാൻ പറ്റുമായിരിക്കാം, പക്ഷെ നിലനിൽപ്പ് എപ്പോഴും ടാലന്റ് ഉള്ളവർക്കല്ലേ ഉള്ളൂ. ഡെഫിനറ്റ്ലി അതാണ്, അത് സസ്റ്റെയിൻ ചെയ്യുന്നത് അങ്ങനെയുള്ളവർ മാത്രമായിരിക്കും. മറ്റവർ വന്നു പോകും. പക്ഷെ ആ വന്നു പോകുന്നതാണെങ്കിൽ പോലും ഒരു നല്ല പാട്ടുകാരന്റെ അവസരമില്ലാതെയാവില്ലേ? അത് ശരിയാണ്. എത്രയോ കഴിവുള്ള സിംഗേഴ്സ് ഇപ്പോഴും ആരും അറിയാണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്. അത് അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്കൊക്കെ ഒരു ആശ്വാസം വീണു. അറ്റ്ലീസ്റ്റ് എനിക്ക് ഇത്രയുമെങ്കിലും ഒരു ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. എത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള ചില പാട്ടൊക്കെ കേട്ടാൽ ഞെട്ടിപ്പോണ സിംഗേഴ്സ് ഉണ്ട്. പക്ഷേ പറഞ്ഞമാതിരി ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സ്ട്രീക്ക് ഓഫ് ലക്കാണ്. അത് എല്ലാവരും പറയുന്ന ഒരു വേർഡാണ് ഈ ഫീൽഡ്. ശരിക്കും ലക്കിനെ ബേസ് ചെയ്ത് മാത്രം, ടാലന്റ് സെക്കൻഡറി ആവുന്നില്ലേ? സത്യമാണത്. ഇറ്റ്സ് എ ഫാക്ട് എന്നൊക്കെ പറഞ്ഞാലും. ജ്യോത്സ്നയുടെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകൾ ഏതൊക്കെയാണ്? നല്ല പാട്ട്, ജ്യോത്സ്നയ്ക്ക് കിട്ടിയ നല്ല പാട്ടെന്ന് ശ്രീകാന്തിന് തോന്നിയിട്ടുള്ള പാട്ട് ഏതാണ്? എനിക്ക് പേഴ്സണലി ബിഗ് ബിയിലെ മുത്തുമഴ, അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പാട്ട്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ വെയിൽച്ചില്ല എന്നൊരു പാട്ടുണ്ട്, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓഫ് കോഴ്സ് സുഖമാണി നിലാവ് ഇഷ്ടമാണ്, അതായിരുന്നല്ലോ വലിയൊരു ബ്രേക്ക്. സുഖമാണി നിലാവ് നല്ല പാട്ടാണ്, പക്ഷെ അത് പാടി 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 അത് ഞാൻ കുറേ മനസ്സിൽ ഞാൻ പാടിപ്പിക്കേ. അത് നന്നായി എന്തായാലും. ആ പാട്ട് ഞാൻ പാടിപ്പിക്കില്ല. ഒരു പാട്ട് പാടിക്കേ. ഈ കടലിന്റെ ശബ്ദത്തിൽ എങ്ങനെ വരുന്നൊന്നും നമുക്ക് അറിയില്ല അല്ലേ? ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് നമുക്ക് എടുക്കാം. അത് മനമാകെ നിറഞ്ഞേ രാരീരാരോ ഈണമായി കിലും കിലും താളമായി കണ്ണി നിന്നെ കാണാൻ നിന്നതാണോ? ഓരോ കടം കഥകളായി കാണാം പല മുഖങ്ങളായി തേടും മറുതീരം ദൂരെ ദൂരെ. ഈ പാട്ട് ഇത് മെയിലും ഉണ്ടല്ലേ? ഇത് ഡ്യുവറ്റാണ് ശരിക്കും. പല്ലവി മെയിലാണ്, അനുപല്ലവി തൊട്ടാണ് ഫീമെയിൽ വോയിസ്. കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ കേൾക്കാറുണ്ട്. ഇത് ഏതിലെ പാട്ടാണ്? ഞാൻ എപ്പോഴും ഈ FM ഇവിടെ ചെല്ലുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ആകാശവാണിയിൽ മാത്രമേ ഇങ്ങനെ പാടുന്നവരുടെയും എഴുതിയവരുടെയും മ്യൂസിക് ചെയ്തവരുടെയും ഒക്കെ പേര് പറയുന്നുള്ളൂ. ഇവര് അങ്ങനെ പറയില്ലല്ലോ. നല്ലൊരു പാട്ട് കേൾക്കാന്ന് പറഞ്ഞിട്ട് പാട്ടിലേക്ക് അത് ഭയങ്കര സങ്കടമാണ്. സത്യം, അതൊരു ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. ആരാണ് മ്യൂസിക് ചെയ്തതെന്നോ ആരാ എഴുതിയെന്നോ പാട്ടുകാരൻ
അതൊരു സങ്കടമാണ് ശരിക്കും. പിന്നെ തീർച്ചയായിട്ടും അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നത് എപ്പോഴും ആകാശവാണി തന്നെ. അതെ അതെ ശരിയാ. ഇപ്പോഴും അതെ, ഓരോ പാട്ടിന് മുമ്പ് കൃത്യമായിട്ട് എല്ലാം എല്ലാം പറഞ്ഞിട്ട് അവരത് ചെയ്യും. ശരിയാട്ടോ. എനിക്ക് തോന്നുന്നു അതിന്റെ പേയ്മെന്റ് ഒരു കറക്റ്റ് ആയിട്ട് എത്തിക്കുന്നുണ്ട്. പാടുന്നവർക്കെല്ലാം എഴുതിയവർക്കും പ്രൊഡ്യൂസർക്കോ അങ്ങനെ പ്രൊഡ്യൂസർക്കാക്കും എനിക്കൊരു മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. അതെ അതെ, അവർക്ക് പോകുന്നുണ്ട്. IPSR കളക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കും. അതെ അതെ അതെ. ആ ഒരു കലാകാരന്മാരെ റെസ്പെക്ട് ചെയ്യുന്നത് ശരിക്കും പലപ്പോഴും തോന്നിയിട്ട് ഒരു സർക്കാർ സ്ഥാപനങ്ങളാണ്. നമുക്ക് പോപ്പുലാരിറ്റി കൂടുന്നത് പ്രൈവറ്റ് ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം അല്ലേ? പക്ഷെ ഇതില്ല, ഈ പാട്ടിന്റെ പിന്നിൽ വർക്ക് ചെയ്തത് ആരാന്നുള്ളത് ആരും അറിയില്ല. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നല്ല ലിറിക്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് തോന്നുന്നത് ആരെഴുതിയത് അറിയേയില്ല. എന്നാൽ നമ്മൾ കൂടുതലും കേൾക്കുന്നത് FM തന്നെയായിരിക്കും അല്ലേ? ടെലിവിഷൻ റിയാലിറ്റി ഷോസ് നിങ്ങൾക്ക് കൂടുതൽ ഗുണമാണോ ദോഷമാണോ? ജഡ്ജായിരിക്കുന്നതിന് ഗുണമാണ്. തീർച്ചയായിട്ടും ആണ് അല്ലേ? അതുണ്ട്. അത്രയും സിംഗേഴ്സ് വരുന്നത് കൊണ്ട് ദോഷമുണ്ടോ? റിയാലിറ്റി ഷോ പിള്ളേരുടെ മുമ്പിലുള്ള ഒരു വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ അവർ അത്രയും കാലം TV-യിൽ വരുന്നു, ആൾക്കാർ പാട്ട് കേൾക്കുന്നു, ആ സമയത്ത് അവർക്കൊരു പോപ്പുലാരിറ്റി ഉണ്ട്. ബട്ട് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദാറ്റ് എന്നുള്ളതാണ് അവർക്കുള്ള ചാലഞ്ച്. അത് കഴിഞ്ഞാൽ പലരുടെയും കാര്യം നമ്മൾ കേൾക്കുന്നില്ല, എന്ത് ചെയ്യുന്നു എന്നുള്ള ആരും അറിയുന്നില്ല. പിന്നെ അവർക്ക് ആ ഒരു ലക്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ അവർ പ്ലേ ബാക്കിലേക്ക് കയറും ആൻഡ് they'll make it big. അങ്ങനെ വന്നിട്ടുള്ളവർ വളരെ അപൂർവമാണ്, വളരെ ചുരുക്കമാണ്, വളരെ ചുരുക്കമാണ്. ഈ റിയാലിറ്റി ഷോ കഴിഞ്ഞ ഉടനെ പിന്നെ ഇവർക്ക് അങ്ങോട്ട് ഒരു സ്റ്റേജ് ഷോസിന്റെ ഒരു ബൂമാണ് ഇവർക്ക് പിന്നീട് കിട്ടുന്നത്. അതെ, പിന്നെ TV-യിൽ ഇത്രയും പേര് കാണണു, വലിയ വലിയ ജഡ്ജസിന്റെ മുമ്പിൽ പാടണു. അപ്പൊ അവർക്ക് ഭയങ്കര മെന്റൽ ആൻഡ് ഫിസിക്കൽ പ്രഷറാണ് ശരിക്കും ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ. നമ്മൾ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല കേട്ടോ. അത് ശരിക്കും ആ ക്രെഡിറ്റ് അവർക്ക് കൊടുക്കണം കുട്ടികൾക്ക്.